നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അനുഭവമാണ് ജീവിതഭാരങ്ങൾ. അതെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പലർക്കും പല വിധത്തിലായിരിക്കും ഓരോ ഭാരങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, സങ്കടങ്ങൾ ഉണ്ടാകുന്നത്, നിരാശ ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും ഇത് ചോന്നുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കണ്ടെത്താൻ സാധിക്കാമെന്നില്ല. സാധാരണ രീതിയിൽ എവിടെ പോയാലും അത് നമ്മൾ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫിന് ട്രെയിനിങ് എടുക്കുമ്പോൾ ഞങ്ങളൊരു തിയറി അവരെ പഠിപ്പിക്കാറുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സാധാരണ രീതിയിൽ അവരെ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ബോക്സ് തരും. അത് നിങ്ങൾ ക്യാബിനറ്റിൽ വെക്കണം, നിങ്ങളുടെ കബേർഡിനകത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള സൈസ് ഉള്ള ബോക്സ് തരും. അതൊരു ഡാർക്ക് ബോക്സ് ആയിരിക്കും, അതിനകത്തുള്ളത് എന്താണെന്ന് കാണാൻ പറ്റില്ല. എന്നിട്ട് അത് നിങ്ങളുടെ കബേർഡിനകത്ത് വെക്കണം. നിങ്ങൾ ജോലിക്ക് വരുമ്പോൾ അത് കബേർഡിനകത്ത് വെച്ച് ലോക്ക് ചെയ്യണമെന്ന് പറയും. സാധാരണ രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡ്രസ്സ് മാറി എല്ലാം റെഡിയായിട്ട് ജോലിക്ക് പോകുന്ന നേരത്ത് എൻ്റെ അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാനെടുത്ത് ഈ ബോക്സിനകത്ത് വയ്ക്കണം, എന്നിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഈ ബോക്സിലാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും. I can tell myself I am the happiest person in this world. എനിക്കത് പറയാൻ സാധിക്കും, നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ബോക്സിനകത്താണ്. അതിനുശേഷം നമ്മൾ ജോലിക്ക് പോകുന്നു. ആ ജോലിയുടെ സമയത്ത് അല്ലെങ്കിൽ ജോലി കഴിയുന്ന നേരം വരെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ജോലിയിൽ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളോ ഭാര്യയുടെ പ്രശ്നങ്ങളോ മക്കളുടെ പ്രശ്നങ്ങളോ ബോയ്ഫ്രണ്ടിൻ്റെ പ്രശ്നങ്ങളോ ഗേൾഫ്രണ്ടിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം അതെല്ലാം ബോക്സിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷത്തോടുകൂടെ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ജോലിയിൽ നിന്ന് കിട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ബോക്സ് തുറക്കുക, എന്നിട്ട് ഈ പ്രശ്നങ്ങൾ, ജോലിയിൽ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്ത് ഈ ബോക്സിനകത്ത് വയ്ക്കുക, ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് അന്ന് കടന്നുറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പഴയ പ്രശ്നങ്ങളും അന്ന് ജോലിയിൽ നിന്ന് കിട്ടിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ദിവസത്തിലെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ പ്രശ്നങ്ങളൊക്കെ കൂടെ നമ്മൾ ചിന്തിച്ച് കിടക്കാൻ നോക്കിയാൽ ഉറക്കം വരില്ല. അപ്പോൾ ഇത് എല്ലാം എടുത്ത് നമ്മൾ ഈ ബോക്സിൽ വെക്കുക, അതിനുശേഷം സമാധാനമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ഡേ ഓഫിൻ്റെ ദിവസം നമ്മൾ എടുക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ അതൊന്ന് ഓപ്പൺ ചെയ്യുക, ബോക്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എടുക്കുക. ആദ്യത്തെ പ്രശ്നം നോ മണി. എൻ്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ മാസാവസാനം ശമ്പളം കിട്ടുമ്പോഴേ, അപ്പോൾ അത് തിരിച്ച് അതിനകത്തേക്ക് തന്നെ എടുത്ത് വയ്ക്കുക. പിന്നെ ഫൈറ്റിംഗ് വിത്ത് ഹസ്ബൻഡ്, ഫൈറ്റിംഗ് വിത്ത് വൈഫ്, അതൊക്കെ അവരെ വിളിച്ച് സോൾവ് ചെയ്യുക. അല്ല, മറ്റുള്ള കാര്യങ്ങളാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് പറയേണ്ടതാണെങ്കിൽ വിളിച്ച് പറയുക. സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യങ്ങളെല്ലാം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ എടുത്ത് വീണ്ടും ബോക്സിൽ വയ്ക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡേ ഓഫ് അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഏതാ ഡേ ഓഫ് എന്ന് വെച്ചാൽ ആഘോഷമായിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കും. അതല്ലാതെ ഇതെല്ലാം ചുവന്നുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ പ്രശ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കി പ്രയോറിറ്റി അനുസരിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ നമുക്ക് ജീവിതം സന്തോഷകരമായിരിക്കും. അല്ലാതെ എപ്പോഴും ഈ പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. അത് ജീവിതം മടുപ്പിക്കും, നിരാശ തോന്നും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു ബോക്സ് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് നമ്മുടെ ദൈവമായിട്ട് കരുതാം.
ഇതിപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് സമർപ്പിക്കാം, ഞാൻ കൃഷ്ണനിലേക്കാണ് സമർപ്പിക്കണമെങ്കിൽ കൃഷ്ണനിലേക്ക് സമർപ്പിക്കുക, ഞാൻ അള്ളാഹുവിലേക്കാണ് സമർപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. നമ്മൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് അതിന് സൊല്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതല്ലാതെ വേർപിച്ച മുഖമായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മാത്രമേ ഇത്രയും പ്രശ്നങ്ങളുള്ളൂ. പലരും പറയുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഇത്രയും പ്രയാസങ്ങളുള്ളൂ, എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഇത്രയും ബുദ്ധിമുട്ടുകളുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം സന്തോഷം. ഒരിക്കലുമല്ല. എത്ര സന്തോഷവാനാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ കാണും പ്രശ്നങ്ങൾ. പക്ഷേ കൈകാര്യം ചെയ്യുന്ന രീതി, അതാണ് വ്യത്യാസം. അവിടെ ഇപ്പം എല്ലാവരും പറയും ഒരു കീ ഇല്ലാത്ത ഒരു ലോക്ക് ഉണ്ടാക്കില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ദൈവം നമുക്ക് തരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ കണ്ടെത്തണം. നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ എന്ത് സൊല്യൂഷനാണെന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കുക. എൻ്റെ ജീവിതം ഇത് മാത്രമാണ്, പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആ പ്രശ്നങ്ങൾ ഓരോന്ന് നമ്മൾ അനലൈസ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്തി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. താങ്ക് യു.